ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതും തയ്യാറാക്കി എടുത്തു വെക്കാനും പറ്റിയ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് മുടിക്ക് ഉള്ളില്ല, മുടി തിന്നായി പോവുക, താഴത്തേക്ക് വരുമ്പോൾ മുടി ഇങ്ങനെ കോലായി പോവുക, പിന്നെ താരൻ, മുടി കൊഴിച്ചൽ, സ്പ്ലിറ്റൻസ്, ഇതൊക്കെയാണ് മുടിയുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പും മുടിയും ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്നതാണ് ഗ്രേ ഹെയർ ഇപ്പം അറിയാലോ, അകാല നിര ഇപ്പം പെട്ടെന്ന് മുടി നരയ്ക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗ്രേ ഹെയറിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ഗ്രേ ഹെയറിന് നല്ലൊരു സൊല്യൂഷനാണ്. എന്ന് വെച്ച് നരച്ച മുടി കറുപ്പിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാനായിട്ട് ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാം. നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നെല്ലിക്കയാണ്. അപ്പോൾ ഞാനിവിടെ ഉണക്കിയ നെല്ലിക്കയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അളവിലൊന്നും നമുക്ക് ആവശ്യമില്ല, ഒരു കൈപ്പിടി അളവിൽ മതി കേട്ടോ. ഒറ്റ യൂസിനുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തയ്യാറാക്കി എടുത്ത് വെക്കാനാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നെല്ലിക്ക നമ്മൾ വാങ്ങിച്ചതൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി എടുക്കുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാനായിട്ട് നമുക്ക് പിന്നെ ഉണക്കിയ നെല്ലിക്കയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നെല്ലിക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഉണക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഞാനിതാ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ നെല്ലിക്കയിലേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ്. ഞാനിവിടെ ഇതാ 1 സ്പൂൺ അളവിലാണ് കേട്ടോ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവ നിങ്ങൾ പിന്നെ കഴുകിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നെല്ലിക്കയുടെ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി കഴുകി എടുക്കണം. ഞാനിത് ഓൾറെഡി കഴുകി ഉണക്കി വെച്ച കാരണം ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ഗ്രാമ്പു ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലോവാണ്. അപ്പോൾ ക്ലോവ് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു 4 എണ്ണം മതി. ഒറ്റ യൂസിനാണെങ്കിൽ 4 എണ്ണമൊക്കെ നിങ്ങൾ എടുത്താൽ മതി. അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് അളവിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇത് ഒരു നൈറ്റ് ഇതുപോലെ തന്നെ വെക്കണം, ഒന്ന് കുതിർത്തെടുക്കണം. കാരണം ഉണക്കിയ നെല്ലിക്കയാണ്, പിന്നെ ഇതിനകത്ത് ഉലുവയുണ്ട്. അപ്പോൾ ഒരു നൈറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. അടുത്ത ദിവസം ഇത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ട നെല്ലിക്കയും ഉലുവയും ഗ്രാമ്പും ഒക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കളറൊക്കെ മാറിയിട്ട് നെല്ലിക്കയുടെ കളറൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നല്ല സ്മെല്ലാണ്, ഗ്രാമ്പൂവിൻ്റെയും നെല്ലിക്കയുടെയും നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റും. വേറെ വെള്ളമൊന്നും നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ തലേ ദിവസം ചേർത്ത വെള്ളം ഉണ്ടല്ലോ, 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് അളവിലൊക്കെ നിങ്ങൾ വെള്ളം ചേർത്താൽ മതി. ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ആ വെള്ളം നമുക്ക് കളയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ കുതിർക്കാൻ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മൾ ഇനി ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ നിങ്ങൾ 1.5 ഗ്ലാസ് വെള്ളമൊക്കെയാണ് ചേർത്തിട്ടുള്ളതെങ്കിൽ ഒരു 3/4 ഗ്ലാസ് 1/2 ഗ്ലാസ് ആവുന്ന സമയം വരെ നന്നായിട്ട് തന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. കാരണം നമുക്ക് ഇതിൻ്റെ സത്ത്, ആ ഒരു വറ്റിച്ചെടുക്കുന്ന ആ ഒരു സത്തില്ലേ, അത് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒക്കെ നന്നായിട്ട് നിങ്ങൾ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ തിളപ്പിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക. തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മൊത്തത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും. അല്ല നമ്മൾ അരിപ്പ വെച്ചിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് മൊത്തമായിട്ട് അത് പുറത്തേക്ക് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവുന്ന സ്മെല്ലാണ്. അപ്പോൾ നമുക്കിത് എന്താ പറയുക, നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഗ്രേ ഹെയർകാർക്കൊക്കെ ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ്. മുടി നന്നായിട്ട് വളരാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമുക്ക് എല്ലായിടത്തേക്കും ആവില്ല, അതിന് വേണ്ടിയിട്ടാണ്. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൈ കൊണ്ട് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. ബോട്ടിലുണ്ടെങ്കിൽ ബോട്ടിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിതാ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ ഒരുപാട് ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല.
മുടിയിൽ മാത്രം, മുടി ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാത്രം മുടിയിൽ തേച്ചാൽ മതി കേട്ടോ. സ്കാൽപ്പിൽ നമ്മൾ ഒരുപാട് ഓയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ സ്കാൽപ്പിൽ നന്നായിട്ട് പിടിക്കില്ല. നമ്മുടെ സ്കാൽപ്പിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ മുടീൻ്റെ മേലെ കൂടെ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ മതി. കാരണം നെല്ലിക്കയാണ്, ഉലുവയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ എന്താ പറയുക, ഓയിലായിട്ട് ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഓയിൽ എടുത്ത അളവ് കണ്ടില്ലേ, കുറഞ്ഞ അളവിലാണ് ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത്. അത് ഞാൻ മുടിയുടെ മേലെ കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കുക, അല്ലെങ്കിൽ പിന്നെ കൈ കൊണ്ട് തേച്ചാലും കുഴപ്പമില്ല. എങ്ങനെയായാലും സ്കാൽപ്പിൽ നന്നായിട്ട് ആവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ സ്കാൽപ്പിൽ നല്ല ആവുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കും. പിന്നെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് ആയിക്കോളൂല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടറിൽ നെല്ലിക്ക എല്ലാവർക്കും അറിയാലോ, ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റാണ്. അത് മാത്രമല്ല ഗ്രേ ഹെയറിന് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. നെല്ലിക്ക നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്നതല്ല, ഡയറക്റ്റ് കഴിക്കാൻ പറ്റുമെങ്കിൽ ഡെയിലിയൊക്കെ കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഗ്രേ ഹെയർ ഉള്ളവർക്കൊക്കെ, അകാലനരയുടെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ നെല്ലിക്ക കഴിക്കുന്നതൊക്കെ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, ഞാൻ അത്രയും വെള്ളം എടുത്തിട്ട് ഞാൻ ഈ ഒരു അളവിലാണ് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അതിൻ്റെ ആ ഒരു സത്ത് നന്നായിട്ട് നമുക്ക് വറ്റി കിട്ടണം, എന്നാൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നെല്ലിക്ക നിങ്ങളിങ്ങനെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കൊന്ന് നെല്ലിക്കയൊക്കെ നമ്മളിങ്ങനെ ടൗണിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ വിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഉണക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാനാണെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ പിന്നെ ഒരാഴ്ച കൂടുതലൊക്കെ നമുക്ക് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇനി ഒറ്റ യൂസിനാണെങ്കിൽ കുറച്ച് അളവിലെടുത്ത് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഉപയോഗിച്ചാലും മതി. ഞാനിത് ഒറ്റ യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് മൊത്തമായിട്ട് തന്നെ സ്കാൽപ്പിലേക്ക് തേച്ച് കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, ഹെയർ ഗ്രോത്ത് വാട്ടർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊരു ടോണറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പം ഇത് ടോണറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു പാക്കായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ടോണർ ആകുമ്പോൾ നമ്മൾ നൈറ്റും മോർണിംഗ് ഒക്കെ അല്ലേ ഉപയോഗിക്കുക. പക്ഷേ ഇത് നെല്ലിക്ക ഇളറിന് ഇതിൻ്റെ കളർ തന്നെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നെല്ലിക്ക ഇളറിന് അതിൻ്റെ ഒരു സ്റ്റെയിൻ ഉണ്ടാവും. ആ സ്റ്റെയിന് പിന്നെ മുടിയിൽ അങ്ങനെ വെച്ചിട്ട് കിടക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ തേച്ചിട്ട് പിന്നെ കഴുകി കളയാൻ ഒരു പാക്ക് പോലെ ഹെയർ ഗ്രോത്ത് വാട്ടറായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ കേട്ടോ. ടോണറായിട്ട് ഉപയോഗിക്കരുത്. അപ്പം നന്നായിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. മുടിയിൽ സ്പ്രേ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. മുടിയിൽ സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്കാൽപ്പിൽ തേക്കുന്ന സമയത്ത് പിന്നെ എല്ലായിടത്തും ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് എല്ലായിടത്തും ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് നെറ്റിയിൽ മുടി പൊഴിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെയറിന് റീഗ്രോത്ത് തരാനായിട്ട് ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മുടിയിലും ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് മുടിയിലും കൂടി സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മുടിയിൽ തേക്കണം നിർബന്ധമില്ല. നിങ്ങൾ കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കിയില്ലെങ്കിൽ സ്കാൽപ്പിൽ മാത്രം തേച്ചാൽ മതി. കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിലും കൂടി തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു മസാജിങ് കൊടുക്കുക കേട്ടോ. വലിയ രീതിയിൽ ചെയ്യരുത്, കാരണം നനഞ്ഞ മുടിയാണെങ്കിൽ മുടി പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയ രീതിയിൽ നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ വിരൽ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പം ഞാനിത് സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴുകാം. ഞാൻ ഇന്ന് കഴുകുന്ന കാണിക്കുന്നില്ല, കാരണം കഴുകുന്ന വേറെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല കഴുകുന്നത്, വെറുതെ വെള്ളത്തിലാണ് കഴുകുന്നത്. പിന്നെ നിങ്ങൾ ഓയിൽ കുറച്ച് കൂടുതലായിട്ട് മുടിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താളി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകരുത് കേട്ടോ. ഷാമ്പു ഉപയോഗിച്ച് കഴുകാൻ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല. പിന്നെ ആ ഒരു കുറച്ച് സമയം വെച്ചിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് നിങ്ങൾ കഴുകുക കേട്ടോ. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് തയ്യാറാക്കി എടുത്ത് വെക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ഒരാഴ്ച കൂടുതലൊക്കെ നമുക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്ത് വെച്ച് ഉപയോഗിക്കാനാണെങ്കിൽ ഒരു ദിവസത്തെ കൂടുതൽ നമ്മൾ എടുത്ത് വെച്ച് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. പിന്നെ നമുക്ക് അപ്പോൾ സിമ്പിളാണ്, നമുക്ക് അപ്പോൾ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് തന്നെ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ഉപയോഗിക്കാം. ഡെയിലി ഉപയോഗിക്കരുത്, അടുപ്പിച്ച് ഉപയോഗിക്കരുത്. ഹെയർ ഒരുപാട് ഡ്രൈ ആയിപ്പോൾ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ആഴ്ചയിൽ ഒരു 3 തവണ ഞാൻ ഈ കാണിച്ചെന്ന രീതിയിൽ തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി ഹെയറിന് നല്ല റീഗ്രോത്ത് ഉണ്ടാവാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഗ്രേ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ പറ്റുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.